വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം വചനമറിഞ്ഞാൽ ആത്മാവുണരും തൃപ്തി വചനം വചനം ദൈവത്തിൻ വചനം 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 ദൈവത്തിൻ വചനം നിനക്കൊന്ന് പതിയെ വണ്ടി ഓടിക്കാൻ പാടില്ലടാ. അതിപ്പോഴാണ് പറയണത്. വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോ പറയണ്ടേ? ഒന്നും മുന്നോട്ടിരുന്നപ്പോ ഞാൻ വിചാരിച്ചു ചേച്ചിക്ക് ഇത്ര ധൈര്യമെന്ന്. അതുകൊണ്ടല്ലേ പേടിച്ചിട്ടാണെങ്കിൽ ഇത്ര സ്പീഡിൽ ഞാൻ വണ്ടി ഓടിച്ചത്. എന്റെ വ്യാകുല മാതാവേ, അപ്പൊ നീ എന്നെ കൊന്നേനല്ലോടാ. അത് അപ്പ പറയണ്ടേ? അതിന് അപ്പൊ പറയാൻ ശ്വാസം കിട്ടണ്ടേ? ജീവനം കൈപ്പിടിച്ചാ ഞാൻ വണ്ടിയിലിരുന്നത്. അപ്പൊ ശ്വാസം കിട്ടാത്ത പരിവത്തിലൊക്കെ ആയല്ലേ? എന്റെ വായിന്ന് വല്ലതും കേക്കരുത്. ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ ചേച്ചി? അതിന്റെ ഒരു തമാശ. കയറി വാങ്ങട്. കേറ്. ആന്റോയോ? ഇതാരാ? ഇതാണ് ഞാൻ പറഞ്ഞ ബ്രോക്കർ. ആരാ? എന്റെ പൊന്നോ, മാരേജ് ബ്യൂറോ പ്രൊപ്പറേറ്റർ മിസ്സിസ് പൗളി. പോരെ? കേട്ടോ സാറേ, ഇവനടക്കം എല്ലാവർക്കും എന്നോട് അസൂയ. ഞാനൊരു സ്ഥാപനം വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടു പോകുന്നത് ഇവിടെ ഒരുത്തരും കണ്ടുകൂടാ. എന്ത് സ്ഥാപനം? അതല്ലേ ഇപ്പൊ പറഞ്ഞത്, മാരേജ് കൺസൾട്ടിംഗ് ബ്യൂറോ. ഓ അതെ, ഏത് റേറ്റിലുള്ള കല്യാണക്കാര്യവും ഞാൻ എടുക്കും. അല്ല, സാറിന് എത്ര വയസ്സായി? എന്തിനാ? അല്ല, പറ്റിയ പെണ്ണിനെ നോക്കണ്ടേ? ആർക്ക്? ജോസഫ് ഏട്ടനാ? ആ, ഞാൻ ഇത്ര നേരം പറഞ്ഞൊന്നും നിങ്ങളുടെ തലയിലോട്ട് കേറിയില്ലേ? ചേച്ചി ജോസഫ് ഏട്ടന്റെ മകനാണ് പെണ്ണ് നോക്കേണ്ടത്. ആഹാ, എങ്കിൽ പെണ്ണിനെ ഇങ്ങോട്ട് വിളി. ഇവരെന്തൊക്കെയാടാ ഈ പറയണത്? അല്ല, ചെക്കനെ ഇങ്ങോട്ട് വിളി, ഞാനൊന്ന് കാണട്ടെ. എന്നാലല്ലേ നമുക്ക് പയ്യന്റെ സ്റ്റാറ്റസ് പിടുത്തം കിട്ടൂ. അവനിവിടെ ഇല്ല. എപ്പോ വരും? അവന് കോയമ്പത്തൂരാ ജോലി. ഓ, 2-3 മാസം കൂടുമ്പോഴേ വരാറുള്ളൂ. അപ്പൊ പയ്യനെ കാണാൻ എന്താ ഒരു വഴി? അല്ല, ഫോട്ടോ കണ്ടാ മതിയെങ്കിൽ മതി. ഫോട്ടോ എങ്കിൽ നിങ്ങൾ അകത്തേക്ക് ഇരിക്കും, ഞാൻ ഫോട്ടോ എടുത്തിട്ട് വരാം. വാ. ഇരിക്കേ. എന്താടാ ഇവിടെ ഇരിക്കാൻ കസേരയൊന്നും ഇല്ലേ? കസേരയില്ലെന്നാ? എന്നെ കാണാമാ? നിന്റെ സൗണ്ട് കേക്കാം. ആ കണ്ണിനെ ഗ്ലാസ് കൂടി അങ്ങോട്ട് മാറ്റി. വെറുതെ മണ്ടത്തരം പറയണു. ഇതില്ലേ ഒരു വലിയ കസേര അടുപ്പിരിക്കും. ഇതാ എന്റെ മോൻ ബിനോയ്. കൊള്ളാലോ. അല്ല, അപ്പൊ എങ്ങനെയാ സാറേ ബാക്കി കാര്യങ്ങളൊക്കെ? എന്ത് കാര്യങ്ങള്? അല്ല, ഡിമാൻഡൊക്കെ എങ്ങനെയാണെന്നേ? നിങ്ങൾ ഉദ്ദേശിച്ചത് സ്ത്രീധനമാണെങ്കിൽ അങ്ങനെയുള്ള യാതൊരു ഡിമാൻഡും എനിക്കില്ല. അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള നല്ലൊരു പെൺകുട്ടിയായിരിക്കണം, അത്രേ ഉള്ളൂ. മോൻ എന്തുവരെ പഠിച്ചു? അവൻ MBA കഴിഞ്ഞതാ. ഇപ്പോ കോയമ്പത്തൂർ ഒരു കമ്പനിയില് HR മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. കല്യാണം കഴിഞ്ഞ പെൺകുട്ടിക്ക് അവിടെ ഒരു ജോലി ശരിയാക്കി അങ്ങോട്ടേക്ക് കൊണ്ടുപോകണമെന്നാണ് അവന്റെ ആഗ്രഹം. അതുകൊണ്ടാണ് വിദ്യാഭ്യാസം വേണമെന്ന് പറഞ്ഞത്. എങ്കിൽ സാറ് ധൈര്യമായിട്ടിരിക്കുക. പറ്റിയ ഒരു പെൺകുട്ടിയെ 2 ദിവസത്തിനുള്ളിൽ ഈ പൗളി കണ്ടെത്തിയിരിക്കും. എങ്കിൽ പിന്നെ ഞാനങ്ങ് ഇറങ്ങട്ടെ. അല്ല, എന്തെങ്കിലും കുടിച്ചിട്ട്? വേണ്ടെന്നേ,
ബിനോയ്ക്ക് പറ്റിയ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചിട്ടാവാം ചായ കൂടി. അപ്പൊ ശരിയെന്നാ. ഓ ഞാൻ ഇവരെ കൊണ്ട് ആക്കിയിട്ട് വരാം. ഇത് പിടിച്ചോ. ഫോട്ടോ കണ്ട പുള്ളിയുടെ മോനാണെന്ന് പറയില്ലല്ലേ? എവിടെ നോക്കട്ടെ. ഈ വക മണ്ടത്തിന് അകത്തിരുന്ന് പറയച്ചേ അയാൾ ചവിട്ടി കൂട്ടിയാനെ. വാ കേറ്. അതെ, ഈ വണ്ടി പതുക്കെ ഓടിക്കുമെങ്കിൽ മാത്രമേ ഞാൻ നിന്റെ കൂടെ വരുന്നുള്ളൂ. അല്ലെങ്കിൽ ഞാൻ മറ്റേ ഓട്ടോയും പിടിച്ചു പൊക്കോളാം. ചേച്ചി ധൈര്യം വിട്ട് കയറിക്കോ. നമുക്ക് പതുക്കെ ഒരു കഥയൊക്കെ പറഞ്ഞ് പോകാന്നേ. എന്ത് കഥ? എന്റെ പൊന്നോ, നമുക്ക് ഈ കാര്യം ഡിസ്കസ് ചെയ്യണ്ടേ? അത് തന്നെ പറഞ്ഞത്. കേറി കാട് പിടിച്ചിരുന്നോ. നിങ്ങളുടെ ജോലി എന്തുതന്നെയായിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നതുപോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുവിൻ. കൊളോസോസ് 3:23 എന്താ ഇവിടെ ഇറങ്ങണത്? ഇവിടെ ആ ഏണച്ചേട്ടന്റെ 2 പശുവിനെ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. അതൊന്ന് പോയി നോക്കണം. പശുവാ? അപ്പൊ ഈ പൊടി കണ്ട എന്റെ കൂടെ ജീവിക്കണ്ടടാ ആന്റോ. പറ്റിയ ആരെങ്കിലും ഉണ്ടെ പറഞ്ഞോടാ. നല്ല കറവയുള്ള പശുവാണെന്നാ പറഞ്ഞത്. നിനക്ക് കമ്മീഷനും തരാം. എന്റെ ചേച്ചി, നിങ്ങളെ കൊണ്ട് ഈ ജോസഫേട്ടന്റെ മോന്റെ കാര്യം നടക്കോ? നീ ഇങ്ങനെ ആയാൽ എന്നാ? ആദ്യം തന്നെ നീ എന്നെ ഒന്ന് വിശ്വസിക്ക്. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ജോസഫ് ഏട്ടന്റെ മോൻ കുഴപ്പക്കാരനൊന്നും അല്ലല്ലോ അല്ലേ? ആര്? ബിനോയാ? അങ്ങനെ ഏതാണ്ടല്ലേ പേര് പറഞ്ഞത്. അവൻ തന്നെ. അവന്റെ ഫോട്ടോ കണ്ടിട്ട് കുഴപ്പക്കാരൻ ചേച്ചിക്ക് തോന്നണ്ട? ഫോട്ടോ കണ്ടിട്ട് തോന്നുന്നില്ല. പക്ഷെ നീ കൊണ്ടുവന്ന കേസായതുകൊണ്ട് ഒരു സംശയം. അതുകൊണ്ടാ ചോദിച്ചത്. എങ്കിൽ അങ്ങനെ ഒരു പേര് ചേച്ചിക്ക് വേണ്ട. അവന്റെ അത്ര തങ്കപ്പെട്ടൊരു പയ്യൻ ഈ സംസ്ഥാനത്തിൽ വേറെ ഉണ്ടാവില്ല. സാധാരണ ദൂരസ്ഥലത്തൊക്കെ ഒറ്റക്ക് താമസിച്ച് ജോലി ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഒരു ദുശീലുണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ബിനുവായി അവൻ ജോലി ചെയ്ത സ്ഥലത്ത് പോയി അന്വേഷിച്ച് നോക്ക്. പിന്നെ ഞാനിപ്പോ കോയമ്പത്തൂർ പോയി അന്വേഷിക്കാൻ പോവല്ലേ? അതല്ല പറഞ്ഞത്. വെള്ളവഴി, സിഗരറ്റ് വലി, യാതൊരു ദുശീലങ്ങളും അവനില്ല. മാത്രമല്ല ഒരു പെഗോജിന്റെ മുഖത്ത് പോലും നോക്കൂല. അവൻ ജോലിയിടത്ത് എന്താ സെറ്റപ്പ് എന്ന് അറിയാമോ? നീ കണ്ടിട്ടുണ്ടോ? ഫോട്ടോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് വേണ്ടപ്പെട്ട പയ്യനോട് പറയണതല്ല. അവൻ കിട്ടുന്ന പെങ്കൊച്ച ആരായാലും അതിന്റെ ഭാഗ്യമായിരിക്കും. അവൻ പൊന്നു പോലെ നോക്കും. അതിനുള്ള ആരോഗ്യമുണ്ട്, സമ്പാദ്യമുണ്ട്. കണ്ടില്ലേ? ഫോട്ടോ കണ്ടില്ലേ? ഫോട്ടോയും വീടും ഒക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. പറ്റി 1-2 കേസ് എന്റെ പക്കലുണ്ട്. മാച്ചാകുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നോക്കുമ്പോ ഏറ്റവും നല്ല ബന്ധനെ നോക്കണം. ഈ ജോസഫേറിനൊക്കെ നല്ല ഒന്നാന്തര കുടുംബക്കാരാണ്. അതൊന്നും നീ പേടിക്കണ്ടടാ ആന്റോ. ഈ പൗളി നടത്തിയ ഒരു കേസും ഇന്ന് വരെ മോശമായിട്ടില്ല. അതുപോലെ തന്നെ ഇതും നല്ല അന്തസ്സായിട്ട് നടത്തി തരും. പോരെ? അത് മതി. എങ്കിൽ കിട്ടോ. പിന്നെ പശുവിന്റെ ആടിന്റെ പട്ടിയുടെ കാര്യമൊക്കെ നോക്കുന്നതിനെ കണ്ട ഇടയിൽ ജോസഫേട്ടന്റെ മോന്റെ കാര്യം മറന്നു പോന്നിട്ടാ. അയ്യേ, നീ എന്നെ പറ്റി അങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നത്? എടാ, അക്കാര്യം ഞാൻ ഏറ്റു. നാളെ തന്നെ ബിനോയ്ക്ക് പറ്റിയൊരു പശുവിനെ ഞാൻ കണ്ടുപിടിക്കും. അല്ല, ഒരു പെണ്ണിനെ ഞാൻ കാണിച്ചു തരും. നീ ചെല്ല. ശരിയെന്നാ പോട്ടെ. ഏണസ്റ്റേട്ടൻ അവിടെ ഉണ്ടാവുമോ? പശുവിനെ ഏതായാലും വിറ്റിട്ടില്ല. എന്ത് ചൂടിന്റെ പൊന്നോ. ഇതിനാ ഞാൻ തണുത്ത വെള്ളമാണല്ലോ എടുത്തത്. ഇതല്ല, ഞാൻ പുറത്തെ കാര്യം പറഞ്ഞു. അല്ലടാ, നീ ഇത്ര പെട്ടെന്ന് അവരെ കൊണ്ടുവന്നാക്കിയോ? അവര് പോണ വഴിക്ക് വേറെ എങ്ങോട്ട് പോകണ്ടെന്നും പറഞ്ഞ് ഇടയ്ക്ക് അവിടെ വെച്ച് ഇറങ്ങിപ്പോയി. ഞാൻ നമ്മുടെ ബിനോയെ കുറിച്ച് കൊറേയൊക്കെ പറഞ്ഞ് പിടിപ്പിച്ചിട്ടാ. എടാ, സംശയമൊന്നുമില്ലല്ലോ? എനിക്കെന്ത് സംശയം? എനിക്കൊരു സംശയമില്ല. എടാ, നിനക്കല്ലടാ, അവർക്ക്. അതാ, അതെനിക്കൊരു സംശയമില്ലായ്മയുണ്ട്. എന്ത്? അല്ല, അവർക്കൊരു സംശയമില്ലെന്ന്. പിന്നെ ബാംഗ്ലൂർ വെച്ച് നടന്ന സംഭവങ്ങൾ ഈ പൗളി ചേച്ചി എങ്ങനെ അറിയാനാണ്? ചേട്ടനായിട്ടൊന്നും അറിയിക്കാതിരുന്നാ മതി. അതല്ലടാ, ഇവര് പറഞ്ഞില്ലെങ്കിലും
പെണ്ണിന്റെ വീട്ടുകാരെ അന്വേഷിക്കുമ്പോ പണ്ട് നടന്ന കാര്യങ്ങളൊക്കെ അറിയില്ലേ? അത് നമുക്ക് അന്നേരം നോക്കാന്നേ. പണ്ട് അവൻ ബാംഗ്ലൂർ വർക്ക് ചെയ്ത സ്ഥലത്ത് അന്വേഷിക്കാൻ മാത്രം ബന്ധുബലമില്ലാത്ത കേസ് വരട്ടെ, അപ്പൊ നമുക്ക് ആലോചിക്കാം. അങ്ങനെ ബന്ധുബലമില്ലാത്ത കുടുംബത്തിൽ നിന്ന് തന്നെ അന്വേഷിക്കാന്ന് വെച്ചാ ഞങ്ങളുടെ കുടുംബത്തിന് അന്തസ് നോക്കണ്ടേ? ഓ പിന്നെ, മകൻ കഞ്ചാവും വലിച്ച് മയക്കുമരുന്നും കുത്തിക്കയറ്റി മാനസിക നില തെറ്റി 2 മാസം ബാംഗ്ലൂർ ഭ്രാന്താശുപത്രി കിടന്നതിൽ ഒരന്തസ് കുറവില്ല. ബന്ധുബലമില്ലാത്ത വീട്ടിൽ നിന്ന് പെണ്ണെടുത്ത അത് ഭയങ്കര കുറച്ചിലാണ്. അങ്ങനെയല്ലടാ ഞാൻ പറഞ്ഞത്. ഒരു കാര്യം ഞാൻ പറയാം, ചോദിക്കാനും പറയാനും ആളില്ലാത്ത വീട്ടിൽ നിന്ന് പെണ്ണെടുത്ത നടക്കുന്ന അവന്റെ കല്യാണം ഒരിക്കൂല, എന്റെ ശവസംസ്കാരം ഒരിക്കുള്ളൂ. എന്റെ മാത്രമല്ല, ആ പൗളിച്ചേച്ചിയുടെ സകല നുണയും പറഞ്ഞ് ഈ കല്യാണം നടത്താൻ ശ്രമിക്കുന്നതിന്. അല്ല, ഞാനിപ്പോ എന്ത് വേണമെന്നാ നീ പറയുന്നത്? ചേട്ടനൊന്നും ചെയ്യണ്ട, അവരാദ്യം ആലോചനയുമായിട്ട് വരട്ടെ, നമുക്ക് എന്നിട്ട് ബാക്കി കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാം. എങ്ങനെയെങ്കിലും എനിക്ക് അവന്റെ കല്യാണം നടന്ന് കണ്ടാ മതി. ഒരു പെണ്ണവന്റെ ജീവിതത്തിൽ വന്ന എല്ലാം ശരിയാവുന്ന ഡോക്ടർ പറഞ്ഞ പിന്നെ ഇത് മാത്രമുള്ളൂ എന്റെ മനസ്സിൽ. അതാ ഞാൻ പറഞ്ഞത്, എല്ലാം ഞാൻ ശരിയാക്കി തരാം. എനിക്ക് തരാന്ന് പറഞ്ഞ കമ്മീഷന്റെ കാര്യം മാത്രം മറക്കാണ്ടിരുന്നാ മതിട്ടാ. ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട്. 1 തീമോത്തി 6-10 ഇത് നടക്കട്ടടാ ആന്റോ. നിനക്ക് തരാന്ന് പറഞ്ഞതിലും കൂടുതൽ ഞാൻ തരും. അത് മതി, ബാക്കിയെല്ലാം എനിക്ക് വിട്ടേക്ക്. എന്തുടായ്പ കാണിച്ചിട്ടാണെങ്കിലും അവന്റെ കല്യാണം ഞാൻ നടത്തരും. സാർ ഇത്ര ആലോചിക്കാനൊന്നുമില്ല. നല്ല ഒന്നാന്തരം ഒരു പയ്യൻ, നിങ്ങൾക്കൊത്ത കുടുംബക്കാര്. പയ്യനെ കോയമ്പത്തൂർ ഒരു കമ്പനിയിലെ മാനേജരാ. അത് പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ടോ? അതൊക്കെ പറഞ്ഞാലേ ഈ ജന്മത്ത് മോളുടെ കല്യാണം നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതൊന്നും ഇപ്പൊ അവരറിയണ്ട. പക്ഷേ ഏതെങ്കിലും വഴിക്ക് അവരെല്ലാം അറിഞ്ഞു കഴിഞ്ഞാ? എങ്ങനെ അറിയാൻ? അതല്ല, മോളെ കുറിച്ച് അവര് ബാംഗ്ലൂരിൽ അന്വേഷിച്ചാലോ? അന്വേഷിച്ചാ ഉറപ്പായി മോൾ അവിടെ കാണിച്ചു കൂട്ടിയതൊക്കെ അവരറിയും. അയ്യോ, പിന്നെ എങ്ങനെയാ? അവള് പഠിച്ചത് ബാംഗ്ലൂരാണെന്നുള്ളത് തൽക്കാലം അവരറിയണ്ട. പിന്നെ വല്ല കോട്ടയത്തോ കോഴിക്കോടോ ആണെന്ന് പറഞ്ഞാ മതി. അപ്പോ അവരവിടെ അന്വേഷിക്കില്ലേ? അതിനുള്ള വഴിയൊക്കെ ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ഈ കല്യാണം നടക്കാനും നടക്കാതിരിക്കാനും അവിടെ ആന്റോ എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. അവൻ വിചാരിച്ചാ മതി. അയാളെ നമ്മൾ എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം? സാറിന് അവനെ അറിയാഞ്ഞിട്ടാ. കാശെന്ന് കേട്ടാലേ അവൻ എന്ത് വേണമെങ്കിലും ചെയ്യും. കുറച്ച് കാശ് അവന് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു അന്വേഷണവും വരാത്ത രീതിയിൽ ഈ കാര്യം ഞാൻ നടത്തിത്തരാം. അത് നമുക്ക് കൊടുക്കാം. എങ്കിൽ മോള് പഠിച്ചത് കോട്ടയത്താണെന്ന് അവരോട് പറഞ്ഞാ മതി. ഞാൻ ഏതായാലും ആന്റോയെ ഒന്ന് കാണട്ടെ. പിന്നെ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയിട്ട് നല്ല രീതിയിൽ പഠിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ പഠിപ്പ് നിർത്തി വീട്ടിലിരിക്കുന്ന പെങ്കൊച്ചിനെയാ ഈ പയ്യന്റെ തല കെട്ടിവെക്കുന്നത്. അവരറിഞ്ഞാ ആദ്യം കൊല്ലുന്ന എന്നെയായിരിക്കും. ആ ഓർമ്മ സാറിന് വേണം. ഇതൊന്നും നടക്കട്ടെ പൗളി. കണക്കും കാര്യങ്ങളും നോക്കണ്ട. പൗളി ചോദിക്കുന്ന എന്തും ഞാൻ തരും. എനിക്ക് ആകെപ്പാടെ ഉള്ളൊരു മകളാ. മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം. റോമ 9-16 അത് മതി സാറേ. ഞാൻ ചെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിക്കട്ടെ. വരട്ടെ എന്നാ. എന്റെ പൗളി ചേച്ചി, ചേച്ചി ഇത് ഇപ്പോഴേക്കാണെന്നൊക്കെ കൊറേ നേരമല്ല. എന്താ കാര്യം? എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പറ. എടാ ആന്റോ, വേറൊന്നുമല്ല. എന്നാലും ഇത്രയും പ്രതീക്ഷയോടെ നിൽക്കുന്ന നിന്നോട് ഞാനിതെങ്ങനെ പറയും? മനുഷ്യനെ ആദരിപ്പിച്ച് കൊല്ലുവല്ല.
ഞാൻ എന്താ ആഗ്രഹിച്ച ചേച്ചി പറഞ്ഞത്? അല്ല, ആ പയ്യന്റെ കല്യാണമേ ബിനോയുടെ, ജോസഫിന്റെ മകന്റെ. ആ അല്ല, അതിലെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചേക്കല്ലേ? അടുത്ത ആള് ചെക്കൻ വന്ന് പെണ്ണിനെ കാണും. അതിപ്പോ ഇവിടെ പറയേണ്ട കാര്യം എന്താണ്? ഞാനില്ലടാ, നോണ പറഞ്ഞിട്ട് നമുക്ക് ഈ കല്യാണം നടത്തണ്ട. നോണേ? എന്തു നോണ? എടാ അല്ലോ, ഞാൻ ആ പയ്യന് വേണ്ടി ആലോചിച്ച പെണ്ണ് ആ ചെക്കന് ചേർന്ന പെണ്ണല്ല. അതും മയക്കുമരുന്നിനൊക്കെ അടിമയായി പഠിത്തമൊക്കെ ഉഴപ്പി ട്രീറ്റ്മെന്റിലൊക്കെ കഴിഞ്ഞൊരു കുട്ടിയാ. ഇതൊക്കെ മറച്ചു വെച്ചിട്ട് ഇതിന് കൂട്ടു നിന്നിട്ട് എനിക്ക് ആ കമ്മീഷൻ വേണ്ടതാ. എനിക്കൊന്നും മനസ്സിലാവണ്ട ചേച്ചി. ഇതുവരെ ഞാൻ ഒരു തട്ടിപ്പ് കല്യാണവും നടത്തിയിട്ടില്ല. ഈ കല്യാണം കള്ളത്തരം പറഞ്ഞ് നടത്താൻ തീരുമാനിച്ചപ്പോ മുതല് മനസമാധാനം എന്നൊന്നും എനിക്കില്ലാതായി. അതുകൊണ്ട് തന്നെ എന്ത് കമ്മീഷൻ തന്നാലും ഈ രണ്ടു കുടുംബങ്ങളെ പറ്റിക്കാൻ ഞാൻ കൂട്ടു നിൽക്കില്ല. ശരിയാണ് ചേച്ചി, എനിക്കും അരുതാത്തത് ചെയ്യാൻ പോകുന്ന പോലും തോന്നി. അതെ ചേച്ചി, ഈ പയ്യനും ബാംഗ്ലൂരിലെ വർക്ക് ചെയ്തത്. അവിടെ വെച്ച് ഈ പയ്യൻ മെന്റൽ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുള്ളതാ. എന്താ നീ പറയുന്നേ? ഞാനിതൊക്കെ ചേച്ചിയോട് മറച്ചു വെച്ചില്ല. ആ പെണ്ണിന്റെ അപ്പനെയും പെണ്ണിനെ കണ്ടു പോകുന്നതിന് ശേഷം ഞാനും അകപ്പെടുന്ന ധർമ്മസംഘത്തിലാ ചേച്ചി. നമുക്ക് അവിടെ എല്ലാം തുറന്നു പറഞ്ഞാലാ, അതാ നല്ലത്. ഓ എന്റെ കർത്താവേ, നീ ഞങ്ങളെ സഹായിച്ചു. അല്ലെങ്കിൽ ഈ കുരുത്തക്കേടിന് കൂട്ടുനിന്ന് ദൈവശാപം വാങ്ങിക്കൂട്ടും. വാ എന്തോ, നമുക്കിപ്പൊ തന്നെ ജോസഫേട്ടനോടെല്ലാം തുറന്നു പറയാം. അതിനുശേഷം ആ പീറ്റർ സാറിനോട്. ചേച്ചി വാ. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കു വേണ്ടി നീതി സൂര്യൻ ഉദിക്കും. അതിന്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും. മലാക്കി 4-ാം അധ്യായം 2-ാം വാക്യം. ഇതെങ്ങനെയൊന്ന് പറയണത്? നീ പേടിക്കാതിരിക്കുക. നമ്മൾ സത്യം പറയാനല്ലേ വന്നിരിക്കുന്നത്, അല്ലാ തട്ടിപ്പ് പറഞ്ഞ് പറ്റിക്കാനല്ലല്ലോ. ഈ പീറ്റർ സാർ എന്താ ഇവിടെ? ഓടാ. എന്തിനാ? വണ്ടിക്ക് ഇങ്ങോട്ട് വന്നിട്ട് തിരിച്ചോടാനോ? പേടിച്ചിട്ടാ ചേച്ചി, എന്റെ മുട്ടി കിടന്ന് വിറക്കണില്ലേ? ഇതങ്ങ് പറഞ്ഞു കഴിയുമ്പോ അവര് തല്ലി കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. നീ വന്നേ. വാടാൻഡോ, നിങ്ങൾ രണ്ടുപേരും വിളിക്കാൻ തുടങ്ങിയതാ ഞാൻ. അപ്പോഴാ രണ്ടുപേരും കൂടി വരണം കണ്ടത്. അല്ല, പീറ്റർ സാർ എപ്പോ വന്നു? ഞാൻ ചെറിയൊരു മര്യാദകേട് കാണിച്ചു. പൗളിയോട് വിളിച്ച് ചോദിക്കാതെയാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. എന്റെ മകളുടെ കുറവുകൾ മറച്ചുവെച്ച് ഞാൻ കല്യാണം നടത്താൻ തയ്യാറായി. അത് ശരിയാവില്ലെന്ന് പിന്നീട് എനിക്ക് തോന്നി. ഇതേ മാനസികാവസ്ഥയിലായിരുന്നു ഞാനും. ഈ ആന്റോട് കൂടെ ചേർന്ന് ഞാനും എന്റെ മകന്റെ കുറ്റങ്ങൾ മറച്ചുവെച്ച് ഈ കല്യാണം നടത്താൻ ശ്രമിച്ചു. പക്ഷേ ഈ പീറ്റർ തന്നെ സത്യം പറയുന്ന കാര്യത്തിൽ തോൽപ്പിച്ചു കളഞ്ഞു. എനിക്ക് മുമ്പേ തന്റെ ഭാഗം പീറ്റർ തിരുത്തി. എന്റെ തെറ്റ് ഞാനും പീറ്ററിനോട് ഏറ്റുപറഞ്ഞു. ശരിയാ. ഇനി എന്റെ മോൾക്കൊരു കല്യാണം നടക്കുന്നെങ്കിൽ അവളുടെ പ്രീവിയസ് പ്രോബ്ലംസ് അറിഞ്ഞിട്ടുള്ളൊരു കുടുംബം മതിയെന്ന് ഞാൻ തീരുമാനിച്ചു. അത് ഞാൻ ജോസഫിനോട് പറഞ്ഞു കഴിഞ്ഞു. എന്റെ മോള് നോർമൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല. പക്ഷെ ഇപ്പൊ എല്ലാം ശരിയായി. അവള് കഴിഞ്ഞ ആഴ്ച കോയമ്പത്തൂർ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തു. നിങ്ങൾ രണ്ടുപേരും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ സാമ്പത്തിക ലാഭത്തിനു വേണ്ടി പരസ്പരം നുണ പറഞ്ഞ് ഈ കല്യാണം നടത്താൻ ശ്രമിച്ചു. പക്ഷേ ഞങ്ങൾ രണ്ടുപേർക്കും ഇത് തുടങ്ങിയതുപോലെ തന്നെ അവസാനിപ്പിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായി. നേര് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നതിനേലും വലിയ ബുദ്ധിമുട്ടാണ് നുണ പറഞ്ഞ് വിശ്വസിപ്പിക്കാനെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതെ ചേട്ടാ, നിങ്ങൾ തമ്മിൽ ഇപ്പൊ എല്ലാം സംസാരിച്ചു കാണുമല്ലോ. ഇതേ കാര്യം നിങ്ങളോട് പറഞ്ഞ് ക്ഷമ ചോദിക്കാനാ ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നത്. ഇപ്പോ എല്ലാം തുറന്നു പറഞ്ഞപ്പോഴാ ഞങ്ങൾക്കൊരു സമാധാനമായത്, അല്ലേ ആൻഡോ? അതെ.
രണ്ട് കുടുംബങ്ങൾക്കും ചേർന്ന നല്ല ബന്ധങ്ങൾ കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹലോ, ആ മോനെ ബിനോയ്. അത് പിന്നെ മോനെ, ഞാനങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴേ ആ പെൺകുട്ടിയുടെ അപ്പച്ചൻ ഇങ്ങോട്ട് വന്നു. ഞങ്ങൾ തമ്മിലെല്ലാം സമാധാനപരമായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചു. എന്താ മോനെ? ആ എന്താണെങ്കിലും നീ പറയേ. ആ അല്ല അത് ആ ശരി മോനെ, അപ്പച്ചൻ നോക്കാം. എന്റെ മോനാ ബിനോയ്. ഇന്ന് തന്നെ കുട്ടിയുടെ വീട്ടിൽ പോയി ഉള്ള കാര്യമെല്ലാം പറയണമെന്ന് പറഞ്ഞിരുന്നു. അതാ അവൻ ചോദിച്ചത്. പിന്നൊരു സന്തോഷ വാർത്തയുണ്ട്. അവരൊരു പെൺകുട്ടി ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്, കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. അവന് പണ്ട് ബാംഗ്ലൂർ വെച്ച് പരിചയമുള്ള കുട്ടിയാ. ഇപ്പൊ ആ കുട്ടി അവന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്തിരിക്കുന്നു. എന്റെ അഭിപ്രായം അറിയാനാ വിളിച്ചത്. ഇന്നിപ്പോ ഇരുവരും ചേർന്ന് എല്ലാം ആലോചിച്ചു. ആ കുട്ടിയുടെ ഫോട്ടോയും അഡ്രസ്സും എനിക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ ആ കുട്ടിയുടെ വീട്ടിൽ പോയി സംസാരിക്കണമെന്ന്. അതെന്തായാലും നന്നായി. നേരിട്ട് അറിയാവുന്നവരാവുമ്പോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഒരു മിനിറ്റ്. ഹലോ, ഇതാ മോളെ. ഫോട്ടോ. എന്താ മോളെ? നിന്റെ ആഗ്രഹത്തിലെ മോളെ എന്റെ സന്തോഷം. ആയിക്കോട്ടെ, അപ്പച്ചന് സന്തോഷമായി. ഇന്ന് തന്നെ അപ്പച്ചനോട് പോയി സംസാരിക്കാം. ആ ശരി മോളെ. എനിക്കും പറയാനുണ്ട് ഒരു സന്തോഷ വാർത്ത. എന്റെ മോള് സ്മിതയെ വിളിച്ചത്. മോളൊരു പയ്യനെ കണ്ടുവച്ചിട്ടുണ്ടെന്നല്ലേ? ആ പയ്യന്റെ ഫോട്ടോയും അഡ്രസ്സും സെൻഡ് ചെയ്തിട്ടുണ്ടെന്നല്ലേ? അതെങ്ങനെ? അല്ല, അത് പൗളിക്ക് എങ്ങനെ? അത് കൂടുതൽ അറിയാനൊന്നുമില്ല. സാറാ ഫോട്ടോ നോക്കിക്കേ, അത് ഈ സാറിന്റെ മോനായിരിക്കും. അതെ, ഇത് പീറ്റർ സാറിന്റെ മോളുടെ ഫോട്ടോയും. ഇപ്പൊ എങ്ങനെയുണ്ട്? കണ്ടോ സാറേ, ദൈവം ഒന്നിപ്പിക്കാൻ തീരുമാനിച്ച ഇതായിരുന്നു. കൂട്ടത്തിൽ നമ്മളൊക്കെ നല്ലത് ചിന്തിക്കാനും. നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ജെറമിയ 29 അധ്യായം 11 വാക്യം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഈ പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com. വചനം ദൈവത്തിൻ വചനം, നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും തൃപ്തി. വചനം ദൈവത്തിൻ വചനം, വചനം ദൈവത്തിൻ